ഹായ് ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി നോമ്പ് തുറ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽപത്തിരിയുടെ റെസിപ്പിയാണ്. വീട്ടിലുള്ള സാധനം കൊണ്ട് വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 കപ്പോളം മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. അത് നമുക്കിതിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സി മൂടി ഇതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പം നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബാറ്റർ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടായതിന് ശേഷം ഒരു തവിയോളം മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് ഇതുപോലെ അങ്ങ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നല്ല നൈസായിട്ടുള്ള ദോശയാണ് നമുക്ക് ചുട്ടെടുക്കേണ്ടത്. ഒരു വശം ഒന്ന് കുക്കായി കിട്ടിയാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരുപാട് മുരിയേണ്ട ആവശ്യമില്ല, ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുന്ന ടൈമിൽ നല്ല നൈസായിട്ട് തന്നെ ചുട്ടെടുക്കാൻ നോക്കുക. എന്നാലേ നമുക്ക് നല്ല ടേസ്റ്റിലും കറക്റ്റായിട്ടും ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇത് കട്ട കൂടി പോകാൻ പാടില്ല. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഈ ഒരു മാവ് കൊണ്ട് ഞാനൊരു 8 ദോശയോളം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചുട്ടെടുക്കാൻ നോക്കുക. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം. മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 സ്പൂണോളം മധുരം ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മീഡിയം മധുരം ഉണ്ടാവുള്ളേ. കൂടുതൽ മധുരം വേണ്ടവർക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത 1/4 കപ്പ് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പാലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു കേക്ക് ടീൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദോശ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഈ മിക്സ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 8 ദോശയാണ് ഇതുപോലെ സെറ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. സെറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഈ കേക്കിൻ്റെ 3/4 ഭാഗത്തോളം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് പൊങ്ങി വരാനുള്ള സ്പേസും കൂടെ വേണം. അതനുസരിച്ച് നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ഇഡ്ഡലിച്ചെമ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നി ഇറക്കി വെച്ച് കൊടുക്കാം. കുക്കറിലോ നോൺ സ്റ്റിക്ക് പാത്രത്തിലോ ഒക്കെ ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 40 മിനിറ്റോളം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി പാൽപത്രി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇതിനി നന്നായി തണുത്തതിന് ശേഷം
ഇനി ഈ സൈഡൊക്കെ നൈഫോ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചൊന്ന് വിടിയിച്ചതിന് ശേഷം ഈ പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുക്കാം. പെട്ടെന്ന് തന്നെ അടർന്നു പോകുന്നോളും. നമ്മൾ ഈ താഴ്ഭാഗത്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടർന്നു കിട്ടും. ഇനി ഇതിലെ ബട്ടർ പേപ്പർ മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽപ്പത്തിരിയാണ്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തുമാത്രം ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണെന്ന്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.